തുടങ്ങാനുള്ള ആലോചന തുടങ്ങിയാൽ മലയാളിയുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന പേരുകളിൽ ഒന്ന് പിട്ടാപ്പിള്ളി ഏജൻസീസ്. 1990-ൽ 3 ജീവനക്കാരുമായി പെരുമ്പാവൂരിൽ തുടങ്ങിയ ഒരു ചെറിയ സ്ഥാപനമാണ് ഇന്നത് രാജ്യത്തെ ടോപ്പ് 20 റീറ്റെയിൽ കമ്പനികളിൽ ഒന്നാണ്. മലയാളി ഓഫ് ദ ഇയർ 2025 ബിസിനസ് ലെജൻഡ് ശ്രീ പീറ്റർ പോൾ പിട്ടാപ്പിള്ളി. സ്വാഗതം ചെയ്യുന്നു ശ്രീ പീറ്റർ പോൾ പിട്ടാപ്പിള്ളിനെ ഈ വേദിയിലേക്ക്. മലയാളി ഓഫ് ദി ഇയർ 2025 ബിസിനസ് ലെജൻഡ്. കൺഗ്രാറ്റുലേഷൻസ് സർ. വെൽക്കം സർ, പ്ലീസ് മൈക്ക്. പെരുമ്പാവൂരിൽ 90-ൽ തുടങ്ങാൻ കാണിച്ച ഒരു ധൈര്യത്തെ പറ്റിയാണ് എനിക്ക് അറിയേണ്ടത്. അരാംകോ എന്ന് പറയുന്ന വളരെ പ്രമുഖമായിട്ടുള്ള പലരും ജോലി ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയിൽ വളരെ സുരക്ഷിതമായി ജോലി ചെയ്ത് നല്ല ശമ്പളം വാങ്ങിയിരുന്ന സമയത്താണ് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങുന്നു. അത് 3 പേര് വെച്ച് ഒരു ഗൃഹോപകരണ ഒരു ഷോപ്പ് അല്ലെ, അത് പെരുമ്പാവൂരാണ്. ഞാൻ ആ നാട്ടുകാരനാട്ടോ. അപ്പോ എനിക്ക് എന്റെ ചെറുപ്പകാലം മുതൽ അറിയാവുന്ന പേരാണ് പിട്ടാപ്പിള്ളി ഏജൻസീസ്. എന്തായിരുന്നു ആ ധൈര്യത്തിന്റെ അതിന്റെ ഒരു ഊർജം? നമസ്കാരം. ഈ വർഷത്തിന്റെ അവസാന നിമിഷത്തിൽ ഇവിടെ വരാൻ സാധിച്ചതിന് നന്ദി. 2025 വിട പറയുകയും 26 എല്ലാവർക്കും നവവത്സര ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഇവിടെ സൂചിപ്പിച്ച പോലെ അരാംകോയിൽ ഒരു സീനിയർ എഞ്ചിനീയർ ആയിരുന്നു ഞാൻ. 10 വർഷത്തോളം കാലം അരാംകോയിൽ വർക്ക് ചെയ്തു. 88-ലാണ് രാജിവെച്ച് വരുന്നത്. എന്റെ കുട്ടികളായിട്ട് അവിടെ താമസിക്കുകയായിരുന്നു. അന്ന് ആ കാലഘട്ടത്തിൽ ഫാമിലി സ്റ്റാറ്റസും നല്ലൊരു ശമ്പളമൊക്കെ കിട്ടുന്ന ജോലി രാജിവെച്ചപ്പോൾ പലരും എനിക്ക് വട്ടാണോ എന്ന് ചോദിച്ചു. എന്തിനാണ് നാട്ടിൽ പോകുന്നത്, അവിടെ കഴിഞ്ഞുകൂടെ? അപ്പൊ ഇവിടെ പലരും പറഞ്ഞാൽ ഒരു മലയാളിത്തം കുറച്ച് മനസ്സിലുള്ളതുകൊണ്ട് നമ്മുടെ നാട്ടിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതുവരെ ഉണ്ടാക്കിയ പൈസ കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ കുറച്ച് ഉപകാരം കിട്ടണം, മക്കളെ നാട്ടിൽ വളർത്തണം, മക്കൾക്ക് മണ്ണിന്റെ ആ സുഖം അറിയണം. ഞാൻ പറഞ്ഞാൽ അവിടെ വളർത്തുമ്പോൾ എന്റെ കുട്ടികൾക്കൊക്കെ ചെളി ചവിട്ടാൻ, നാട്ടിൽ വരുമ്പോൾ മണ്ണി ചവിട്ടാൻ മടിയായിരുന്നു. ഇവിടെ അവിടെ കംപ്ലീറ്റ് കാർപ്പറ്റും കാറും ഒക്കെ ആണല്ലോ. അപ്പൊ വീട്ടിൽ വരുമ്പോ എന്റെ ഫാദർ ചോദിക്കും, എടാ പിള്ളേരെ ഇങ്ങനെ വളർത്തിയാൽ പാടാണ് കേട്ടോ. ഞാൻ എന്തായാലും ഞാൻ റിസൈൻ ചെയ്തു. വൈഫിനെ ഒരു വിധത്തിൽ കൺവിൻസ് ചെയ്തു. നമുക്ക് നാട്ടിൽ പോയാൽ സമാധാനമായിട്ട് ജീവിക്കാനുള്ള ബാക്ക്ഗ്രൗണ്ടായി. ഇനി അവിടെ നിന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജോലി രാജിവെച്ച് നാട്ടിൽ വന്നു. ഇലക്ട്രോണിക്സ്, പ്രത്യേകിച്ച് ടെലിവിഷനൊക്കെ ആ കാലഘട്ടത്തിൽ ആയി വരുന്നേ ഉള്ളൂ, 88-ലൊക്കെ. അതെ. അപ്പൊ ഒരു ടെലിവിഷന്റെ കട തുടങ്ങിയാൽ വളരെ സ്റ്റാൻഡേർഡുള്ള ബിസിനസ്സാണ്. ചെറിയ രീതിയിൽ തുടങ്ങാം. അന്നുണ്ടാക്കിയ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി. പെരുമ്പാവൂരിലൊരു ആദ്യത്തെ കട തുടങ്ങി. 3 സ്റ്റാഫ് വെച്ചാൽ തുടങ്ങി. പക്ഷെ എനിക്ക് വർക്ക് ചെയ്യുന്നൊരു പാഷനാണ്. വെറുതെ ഇരുന്ന് ഐഡിയൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ വർക്ക് പാഷൻ ആയതുകൊണ്ട് ഒരു കട പോരാ, കൂടുതൽ വേണം. ഞാൻ കുറച്ചു കാലം ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി. എക്സ്പാൻഡ് ചെയ്ത് വന്നപ്പോൾ ഇന്നിപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും തന്നെ ഉണ്ട്. 70 ടൗണുകളിലായിട്ട് 86 ഷോറൂമുണ്ട്. നേരത്തെ സൂചിപ്പിച്ച ഓൾ ഇന്ത്യയിലെ പല ബ്രാൻഡുകളുടെയും ടോപ്പ് ആണ്. ഓൾ ഇന്ത്യയിലെ ടോപ്പ് ഡീലാണ്. വലിയ ബഹളവും ഒച്ചപ്പാടൊന്നും ഇല്ലാതെ, ആളുകളെ ആകർഷിക്കത്തക്ക രീതിയിൽ പരസ്യങ്ങളൊന്നും ഇല്ലാതെ ബ്രാൻഡ് ബിൽഡപ്പ് ചെയ്ത് ആളുകളുടെ മനസ്സിൽ ഇത് വിശ്വസിക്കാവുന്ന ബ്രാൻഡാണ്, ജെന്യൂൻ പ്രോഡക്റ്റാണ് അവർ തരിക. അതിനേക്കാളും ഉപരി ഇതിന് സേവനം വളരെ കൃത്യമായി നൽകും. അത്തരം വിശ്വാസം വർഷങ്ങൾ കൊണ്ട് ബിൽഡപ്പ് ചെയ്തതാണ്. എന്റെ ഈ ഇത്രയും ഷോറൂം ഉണ്ടായത് 36 വർഷം കൊണ്ടാണ്. കുറെ പൈസ അന്നുണ്ടാക്കിയ കാശ് മുഴുവൻ ഇറക്കി. അന്ന് തന്നെ എനിക്ക് വലുതാവായിരുന്നു. പക്ഷെ അത് വളർച്ചയുടെ ഭാഗമല്ല. സസ്റ്റൈനബിൾ ആയിട്ട് ബിസിനസ്സും ജോലി ആസ്വദിച്ച്, ഇന്ന് ഞാൻ ആസ്വദിച്ച് ജോലി ചെയ്യുന്ന ഒരാളാണ്. കാര്യം ബിസിനസ് നല്ല ടെൻഷൻസ് ഒക്കെ ഉണ്ടാവും, ഭയങ്കര മത്സരമുണ്ട്. പക്ഷെ ചെയ്യുന്ന ജോലി ആസ്വദിച്ച് ചെയ്യുന്നില്ല. കാര്യം ഞാൻ എന്റെ സ്റ്റാഫിന്റെ അടുത്തും പറയുന്നത്, യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് യുവേഴ്സെൽഫ്, ക്വിറ്റ് ദ ജോബ്. സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതിലാണ് നിങ്ങളുടെ വിജയം. പൈസ ഉണ്ടാക്കുന്നതല്ല. സംതൃപ്തരായ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാൻ പറ്റുന്ന പോകണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ഞങ്ങളുടെ ഫുൾ ടീം ഒരു ഫാമിലി മാതിരിയാണ്. സ്റ്റാഫുകൾ 1500 സ്റ്റാഫുള്ളൊരു ഫാമിലി മാതിരിയാണ്. നല്ല സ്നേഹമുണ്ട്. വളരെ സന്തോഷത്തോടെ ആസ്വദിച്ച് ബിസിനസ് ചെയ്യുന്നു.
താങ്ക് യു. നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു ചായക്കട നമ്മുടെ വീടിനടുത്തോ ഓഫീസിനടുത്തോ തുടങ്ങി അവിടെ കുറച്ച് ആളുകൾ കൂടുമ്പോൾ നമ്മൾ ഒരു ചായക്കട തുടങ്ങിയാൽ എന്താ എന്ന് ചിന്തിക്കും. ഒരു ഹോട്ടൽ കണ്ടാൽ ചിലപ്പോൾ അത് നന്നായി പോവാണെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസ് കണ്ടാൽ അങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ട്. ലെജൻഡ് അവാർഡാണ് താങ്കൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. എനിക്ക് സംശയം, ഈ ചിരിച്ചുകൊണ്ട് എല്ലാരോടും പെരുമാറുന്നെന്ന് പറയുമ്പോ കസ്റ്റമേഴ്സ് ഹാപ്പി ആവണമെങ്കിൽ ഈ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കണ്ടേ മുതലാളി? അല്ല, തീർച്ചയായിട്ടും അങ്ങനെ വേണമെന്നില്ല. മൈക്ക് ശരിക്കും നിങ്ങള് മുതലാളി എന്നൊരു കൺസെപ്റ്റ് മാറ്റിയാൽ മതി. മുതലാളി എന്ന് പറഞ്ഞ സംഭവമില്ല. നമ്മൾ ജോലി ചെയ്യുക, ജോലിക്കാരും ഞാനും പുതിയ സ്റ്റാഫ് പഠിച്ചത് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതം കഴിയുന്നത് ജോലി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അത് നമ്മളാൽ പറ്റുന്നത്ര നമ്മുടെ കഴിവിനനുസരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക. അതിൽ നിന്ന് തീർച്ചയായും ഒരു ലാഭം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പ്രസ്ഥാനം നടന്നു പോകണം. പക്ഷെ അത് സന്തോഷപൂർവ്വം നോ എന്ന് പറയേണ്ടടുത്ത് നോന്നും പറ്റാൻ കഴിയുന്നത്ര ഹെൽപ്പ് ചെയ്യുകയും കസ്റ്റമർ നീഡ് അനുസരിച്ച് നമ്മൾ സഹായിക്കുകയും ചെയ്യാം. പല സന്ദർഭങ്ങളിൽ ഞാൻ പണം നോക്കാതെ ചെയ്തിട്ടുണ്ട്. ഒരു അനുഭവം ഞാൻ പറയാം. ഞങ്ങളുടെ അടുത്ത് നിന്ന് പണ്ട് ടി വി വാങ്ങിച്ചുകൊണ്ട് ഒരു ചെറിയ കുടുംബം ഫാമിലി ഒരു വിശേഷ ദിവസം ഒരു ടി വി വലിയ ആഹ്ലാദം വന്ന് അച്ഛനും മകനും കുട്ടികളും എല്ലാം കൂടെ വന്ന് ടി വി വാങ്ങിച്ച് കൊണ്ടുപോയി വണ്ടി കൊണ്ടുപോയി വീട്ടിൽ ചെന്ന് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് താഴെ വീണ് ടി വി പൊട്ടിപ്പോയി. അപ്പൊ ശരിക്കും അവരുടെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയാൽ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല. കൊച്ചവിടെ കരച്ചിലായി. അങ്ങേരെ ആ കഷ്ണങ്ങളൊക്കെ പറക്കിയെടുത്തുകൊണ്ട് എൻ്റെ അടുത്തുനിന്ന് സാർ ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, പൊട്ടിപ്പോയി, ഞങ്ങൾ എന്താ ചെയ്യുക? അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഞാൻ മാറ്റില്ല. എനിക്ക് ആ ടിവിയുടെ മുഴുവൻ പൈസ നഷ്ടമായി. പക്ഷെ അവരുടെ ആ സങ്കടം കണ്ടപ്പോൾ അവിടെയാണ് നമ്മൾക്ക് ബിസിനസ് കിട്ടുക. അതിൽ നിന്ന് കിട്ടിയ സംതൃപ്തി ഒരു 100 ടി വി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം എനിക്ക് അതിൽ നിന്ന് കിട്ടില്ല. വേറെ ഒന്നുകൂടി ഉണ്ട്. ആ അച്ഛൻ ഇനി വേറെ എവിടെന്നേലും വാങ്ങുമോ സാധനം? അതുകൂടി നമ്മൾ നോക്കണമെന്നുള്ളതാണ്. അതിനേക്കാളൊക്കെ ഉപരി അവരുടെ മനസ്സ് കാണുന്ന ആ സംതൃപ്തി ഉണ്ട്. അതുപോലെ ഇതുപോലെ ഒത്തിരി അനുഭവങ്ങൾ ജീവിതത്തിൽ അതൊക്കെയാണ് സന്തോഷം. മത്സരങ്ങളുണ്ട്, ചലഞ്ചസ് ഉണ്ട്, ബ്ലഡ്, കോവിഡ് എല്ലാം പലതരം മത്സരങ്ങൾ ജീവിതത്തിലും ബിസിനസ്സിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയുന്നു. Thank you very much. Thank you so much. Malayali of the year 2025 business legend, Sri Peter Paul Pittapalli. Thank you so much, sir. Congratulations. Thanks.